എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററിയിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ ഈ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ ഐ റിയലി വോണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് SQ ഫിലിംസ്, ഓൾ 3 of them on this. അപ്പം എല്ലാവരും വടക്കൻ വീരഗാഥ തിയേറ്ററിൽ വന്ന് കാണണം. ഒട്ടുമിക്ക എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ട്. അപ്പം ഇത്രയും നമ്മൾ നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു ഫിലിമാണ്. ഇപ്പം എല്ലാ ആധുനികമായ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗാണ് ഉണ്ടായത്. ഞാൻ മാത്രമല്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്നൊരു ഫിലിം കൂടി കാണുന്നത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അദ്ഭുത ചലച്ചിത്ര കാവ്യം എത്ര പ്രാവശ്യം കണ്ടു എന്നുപോലും അറിയില്ല. നീ വന്നാൽ ഇനിയും കാണും. 4K സൗണ്ടിൽ കാണാനൊരു ഭാഗ്യം സൃഷ്ടിച്ചു ശ്രീ PV ഗംഗാധരൻ സാറിൻ്റെ മക്കൾ. അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല. വളരെ മനോഹരം. ഈ മമ്മൂക്കയോ ക്യാപ്റ്റൻ രാജു, ചിത്ര, ഗീത, മാധവി, ബാലങ്കൻ നായർ, ആരാണ് മോശം? ഒന്നുമില്ല. ഈ മംഗലാപ്പുറം കാണും. ഇനിയും കാണാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കട്ടെ. ഇതുപോലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി പടം കണ്ടിട്ടുണ്ട്. 1989 ഏപ്രിൽ 14 കൃപ ഉൾപ്പെടെയുള്ള തിയേറ്റർ റിലീസായപ്പോൾ അവിടെ വെച്ച് നമ്മൾ ആ പടം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അതിനെ കണ്ട് കൃപയിൽ. അതുമുതലാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയത്. ഈ പടത്തിൻ്റെ പ്രായമുണ്ട് ഞങ്ങൾ അസോസിയേഷന്. ഇന്നും ഞങ്ങൾ ഈ പടത്തിന് 6 വർഷമായിട്ടും ഈ പടം കാണാൻ ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതിനകത്തേക്ക് കാണാൻ വന്നിട്ടുണ്ട്. ഇനിയും വന്നാൽ ഇനിയും കാണും. മറ്റൊരു ചരിത്രകാരന് അടിപൊളി, ഒരു രക്ഷയില്ല. കാരണം മലയാളിക്ക് വീണ്ടും ആധുനിക സംഗീതത്തിലൂടെ ഈ സിനിമ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര വേണമെങ്കിലും ഇനിയും വേണമെങ്കിൽ ഞാൻ ഇവിടെ 5 ദിവസം വേണമെങ്കിൽ വന്ന് തുടർച്ചയായിട്ട് കാണും. അത്രയും എന്താ പറയുക, കണ്ടിരിക്കാവുന്ന മനോഹരമായ സിനിമ. ഇതുപോലുള്ള സിനിമ ഇനി മലയാളത്തിൽ എടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. 300 ദിവസം ഇന്നത്തെ ആശാന്മാർക്ക് കൊടുത്താൽ, ബെർമുഡായിട്ട് നടക്കുന്ന സംവിധായകന്മാർക്ക് 300 ദിവസം കൊടുത്താൽ ഇത് എടുക്കില്ല എന്ന് മാത്രമല്ല, 1 കോടി 5 കോടിയും 10 കോടിയും 20 കോടിയും പ്രതിഫലം വാങ്ങുന്ന ഒരൊറ്റ ആളിന് ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിയില്ല. എല്ലാം ഈ 4 അടി പൊക്കമുള്ളവന്മാരല്ലേ ഇപ്പോൾ ഉള്ളത്. ഒറ്റ എണ്ണത്തിന് ഇതുപോലൊരു വേഷം ചെയ്യാൻ കഴിയില്ല. എനിക്ക് തീർച്ചയായിട്ടും അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അതിമനോഹരമായിട്ടുണ്ട്. 89 ഇറങ്ങിയ ആ ഒരു സിനിമ ഇന്ന് കാണുന്ന സമയത്തും അതേ പുതിയൊരു സിനിമ കാണുന്ന പ്രതീതിയുണ്ട്. പിന്നെ അവരുടെയൊക്കെ അഭിനയവും ഓരോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന മികവ്, സ്ക്രിപ്റ്റിൻ്റെ മനോഹാരിത, വിഷ്വൽസിൻ്റെ മനോഹാരിത, ശബ്ദ സജ്ജീകരണം, എല്ലാം 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 പുതിയൊരു സിനിമ ഇറങ്ങിയതുപോലെയുണ്ട്. ഗ്രേറ്റ് വർക്ക്. എല്ലാം എല്ലാം എല്ലാം. താങ്ക് യു സോ മച്ച്.